ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. ഭക്തനും തത്വചിന്തകനുമായ ഒരു പുരോഹിതനോട് തൻ്റെ സ്നേഹിതൻ ചോദിച്ചു, അങ്ങയുടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രഹസ്യം എന്താണ്? പുരോഹിതൻ പറഞ്ഞു, ജീവിതത്തെ ലഘൂകരിക്കുക, അത്രമാത്രം. ലളിതമായ ജീവിതം നയിക്കുക എന്നതാണോ അങ്ങ് ഉദ്ദേശിച്ചത്? ഖദർ വസ്ത്രം ധരിക്കുകയോ അനാവശ്യമായ ആഡംബരങ്ങൾ ഒഴിവാക്കുകയോ പരിമിതമായ ജീവിത സൗകര്യങ്ങൾ കൊണ്ട് തൃപ്തിപ്പെടുകയോ ചെയ്യുന്നത് ലളിതമായ ജീവിതത്തിന് ആവശ്യമായിരിക്കാം. എന്നാൽ ലഘൂകരിക്കുക എന്ന് പറയുന്നത് അതല്ല. ലഘു എന്ന പദത്തിന് ഭാരമില്ലാത്ത എന്നാണല്ലോ അർത്ഥം. അപ്പോൾ ലഘൂകരിക്കുക എന്ന പദത്തിന് ഭാരമില്ലാതാക്കി തീർക്കുക എന്നാണല്ലോ. ഹൃദയത്തെ ഭാരമില്ലാതാക്കി തീർക്കുക എന്നതാണ് ഹൃദയ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും രഹസ്യം. ഒരു കർഷകൻ വേല കഴിഞ്ഞ് കൂലിയായി കിട്ടിയ നെല്ലും വീട്ടിലെ പശുവിന് ഇട്ടുകൊടുക്കാൻ ഒരു പിടി പുല്ലും അത്താഴം വയ്ക്കാനുള്ള ഒരു കെട്ടി വിറകും തലയിലേറ്റിക്കൊണ്ട് നടന്നു നീങ്ങുകയാണ്. പുഴ കടന്നു വേണം വീട്ടിലെത്താൻ. വഞ്ചി പുറപ്പെടാറായി. കഷ്ടിച്ച് ഒരാൾക്ക് കൂടി കയറാം. അയാൾ തലച്ചുമടുമായി വള്ളത്തിൽ കയറി. എല്ലാവർക്കുമൊപ്പം അയാളും വള്ളത്തിലിരുന്നു. അപ്പോഴും ആ ഭാരമേറിയ ചുമട് തലയിൽ തന്നെയുണ്ട്. എന്താടോ ചുമടിറക്കി വയ്ക്കാത്തത്? ഒരാൾ ചോദിച്ചു. വള്ളത്തിന് അത്രയും ഭാരം കുറയട്ടെ. ആ കർഷകന്റെ മറുപടി കേട്ട് എല്ലാവരും ചിരിച്ചു. ഈ മനുഷ്യനെ പോലെ നാം നമ്മുടെ ഭാരം ഇറക്കി വയ്ക്കുവാൻ കൂട്ടാക്കാത്തവരാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരൂ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന ദൈവശബ്ദം നാം ശ്രദ്ധിക്കുന്നില്ല. ഈ ലോക ജീവിതമാകുന്ന പുഴ കടന്നു വേണം നാം അക്കരയെത്താൻ, നമ്മുടെ സ്വന്തം ഭവനത്തിലെത്താൻ. നമ്മെ അക്കരയെത്തിക്കുന്ന വഞ്ചിയാണ് ദൈവം. അവിടുന്ന് നമ്മെയും നാം ചുമക്കുന്ന ഭാരത്തെയും വഹിക്കുന്നു. ഒരിക്കലും താണുപോകാത്ത ആ ശാശ്വത ഭുജങ്ങളിൽ നമ്മുടെ പ്രശ്നങ്ങളും ഭാരങ്ങളും ഇറക്കി വയ്ക്കുക. അങ്ങനെ നമ്മെ തന്നെ ലഘൂകരിക്കുക. ഇതാണ് നമ്മുടെ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും രഹസ്യം. സങ്കീർത്തനം 89:21. എൻ്റെ കൈ അവനോട് കൂടെ സ്ഥിരമായിരിക്കും, എൻ്റെ ഭുജം അവനെ ബലപ്പെടുത്തും, ശത്രു അവനെ തോൽപ്പിക്കുകയില്ല. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.